എല്ലാവർക്കും നമസ്കാരം. ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇസ്ലാമിക ചരിത്രം അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ആദ്യകാലങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ മുഹമ്മദ് 632 ആണ്ട് ജൂൺ 8 ഐഷയുടെ മുറിയിൽ വെച്ച് 63 വയസ്സിൽ അന്തരിച്ചു. പുതിയ ലീഡർ ആരാകണം? ആ കാര്യത്തിൽ അനുയായികൾ തമ്മിൽ തർക്കമുണ്ടായിരുന്നു. മെക്കയിൽ നിന്നും മെദീനയിലേക്ക് പ്രവാചകനോടൊപ്പം വന്ന ഒരുപാട് സ്വഹാബികളുണ്ട്. അവരിൽ ഒരാളായിരിക്കണം ഖലീഫ എന്നൊരു പക്ഷം വധിച്ചു. അവരെ മുഹാജിറുകൾ എന്നാണ് പറയുക. പിന്നീട് സുന്നികൾ എന്ന പേരിലൊക്കെ അവർ പിന്നീട് അറിയപ്പെടുന്നുണ്ട്. പ്രവാചകൻ്റെ മകളായ ഫാത്തിമയുടെ ഭർത്താവായിരുന്നു അലി. അദ്ദേഹം തന്നെ ഖലീഫയായി വരണമെന്ന് അദ്ദേഹം തന്നെ വാദിച്ചിരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പക്ഷവും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. മെക്കയിൽ നിന്നും വന്ന പ്രവാചകന് മദീനയിൽ അഭയം കൊടുത്ത ഒരു സമൂഹമുണ്ടല്ലോ, അവരെ അൻസാറുകൾ എന്നാണ് വിളിച്ചിരുന്നത്. ആ അൻസാറുകളിൽ പലരും അലിക്ക് പിന്തുണ കൊടുത്തു. അലിക്ക് വേണ്ടി വാദിച്ചവരെ പൊതുവെ പിന്നീട് പറയുന്നത് ഷിയാക്കത്ത് അലി എന്നാണ്. അതായത് അലിയുടെ പാർട്ടിക്കാർ. അത് ചുരുങ്ങിയാണ് ഈ ഷിയ ആകുന്നത്. സുന്നിപക്ഷത്ത് നിന്ന് ഖലീഫയാകാൻ ശരിക്കു പറഞ്ഞ 2 പേരുണ്ട്. ഉമ്മറുണ്ട്, അബൂബക്കറുണ്ട്. പ്രവാചകൻ്റെ അടുത്ത ആളായിരുന്നതിനാൽ അബൂബക്കറെ എല്ലാ പക്ഷത്തു നിന്നും ആളുകൾ പിന്തുണച്ചു. ഉമ്മറാണെങ്കിൽ ആദ്യം തന്നെ ഞാൻ മത്സരത്തിനൊന്നുമില്ല എന്ന് പറഞ്ഞ് അബൂബക്കറിനെ പിന്തുണ പ്രഖ്യാപിച്ചു. അങ്ങനെ കിങ് മേക്കർ ആയി തീർന്നു. നല്ല സൂത്രശാലിയായിരുന്നു അദ്ദേഹം. നമ്മുടെ നാട്ടിൽ ചില അടിയുലയുന്ന മന്ത്രിസഭകളെ വീഴാതെ പിടിച്ചു നിർത്തുന്ന ചില തന്ത്രശാലികളായ രാഷ്ട്രീയ നേതാക്കളുണ്ടല്ലോ, അവരെ പോലെ ഉമ്മർ ഈ അൻസാറുകളിൽ നിന്ന് പോലും അബൂബക്കർക്ക് നല്ലോണം പിന്തുണ ഒപ്പിച്ചെടുത്തു. അലിയും ഫാത്തിമയും തെരഞ്ഞെടുപ്പിന് നിന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. കാരണം പ്രവാചകൻ മരിച്ചു കിടക്കുകയാണല്ലോ, അതിനിടയിലാണല്ലോ ഈ അധികാര തർക്കം. ഫാത്തിമ പ്രവാചകൻ്റെ മകളാണ്. അവൾക്ക് അതിൻ്റേതായ ദുഃഖവും ഉത്തരവാദിത്വവും കൂടും. അവളും അലിയും കൂടി പ്രവാചകൻ്റെ സംസ്കാര കർമ്മങ്ങൾ നടത്താനുള്ള കാര്യങ്ങളിൽ വ്യാപൃതരായി എന്നാണ് പറയുന്നത്. പക്ഷെ ഖലീഫയായ അബൂബക്കറാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നറിഞ്ഞപ്പോൾ അലിയും ഫാത്തിമയും പ്രതിഷേധിച്ചു. അലി അബൂബക്കറിൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞതായി ചില മുസ്ലിം ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ പ്രവാചകനുമായുള്ള അടുപ്പത്തിൻ്റെ പേരും പറഞ്ഞാണ് എൻ്റെ പക്ഷത്തു നിന്നുള്ള ആളുകളുടെ പോലും പിന്തുണ വാങ്ങിയത്. എന്നാൽ നബിയുമായുള്ള അടുപ്പം നിങ്ങളെക്കാൾ കൂടുതൽ എനിക്കല്ലേ? എൻ്റെ അച്ഛനും നബിയുടെ അച്ഛനും അബ്ദുൾ താലിബിൻ്റെ മക്കളല്ലേ? പോരാത്തതിന് നബിയുടെ മകളുടെ ഭർത്താവ് ഞാനല്ലേ? അത്രയ്ക്ക് അടുപ്പം നിങ്ങൾക്കുണ്ടോ? നബി ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചാലും ഞാനാണ് ഏറ്റവും അടുത്തവൻ. ഖലീഫ സ്ഥാനം എനിക്കുള്ളതാണ്. നിങ്ങളിതിപ്പോൾ തട്ടിയെടുത്തിരിക്കുന്നു. നിങ്ങൾ എനിക്കാണ് പിന്തുണ നൽകേണ്ടത്. എൻ്റെ പിന്തുണ ഒരിക്കലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല. അറേബ്യയിൽ അക്കാലത്ത് ചില നാട്ടുനടപ്പുകൾ ഉണ്ടായിരുന്നിരിക്കണം. ഇസ്ലാം വന്നപ്പോൾ അതിൽ നിന്ന് പലതും ഉൾക്കൊണ്ടിരിക്കാമല്ലോ. ഗോത്രങ്ങളിൽ ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ അംഗീകരിക്കുകയും പിന്തുണ കൊടുക്കുകയും വേണമെന്നൊരു ഗോത്ര നിയമം അറേബ്യയിൽ ഉണ്ടായിരുന്നു. ബയ്യത്ത് കൊടുക്കുക, പിന്തുണയ്ക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ അങ്ങനെ പിന്തുണ കൊടുക്കാൻ അലിയും ഫാത്തിമയും തയ്യാറായില്ല. അബൂബക്കർക്ക് അവർ ബയ്യത്ത് കൊടുത്തില്ല. തൻ്റെ പിൻഗാമിയായി പ്രവാചകൻ കണ്ടിരുന്നത് അലിയെ ആണെന്ന് മദീനക്കാരിൽ പലരും വിശ്വസിച്ചു. ഫാത്തിമയ്ക്കാണെങ്കിൽ മകളാണല്ലോ പ്രവാചകൻ്റെ മരണം നൽകിയ വേദന, ഒപ്പം ഈ വാർത്തയും കൂടിയായപ്പോൾ താങ്ങാനായില്ല. മാനസികമായി തകർന്ന ഫാത്തിമ രോഗബാധിതയായി 6 മാസത്തിൻ്റെ ഉള്ളിൽ മരിച്ചു എന്ന് സുന്നികൾ പറയുന്നു. ഫാത്തിമയുടെ മരണശേഷം മുസ്ലിങ്ങളുടെ ഐക്യം ഓർത്ത് അലി അബൂബക്കർക്ക് ബയ്യത്ത് കൊടുത്തു എന്നുകൂടി അവർ പറയുന്നു. എന്നാൽ ഷിയാക്കൾ ഇത് സമ്മതിക്കുന്നില്ല. അലി പിന്തുണച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. വേറൊരു ടെറിഫിക് സ്റ്റോറിയാണ്, ഒത്തിരി ഭീകരമായ സ്റ്റോറി. അലിയും ഫാത്തിമയും താമസിച്ചിരുന്ന വീട്ടിൽ ഒരു ദിവസം ഉമ്മറിൻ്റെ നേതൃത്വത്തിൽ ഒരു ടീം എത്തുന്നു. ആ വീടിനുള്ളിൽ എന്തൊക്കെയോ ഗൂഢാലോചനകൾ പ്ലാൻ ചെയ്യുന്നു എന്ന ശങ്കയിലാണ് അവരെത്തിയത്. അവർ വീടിൻ്റെ വാതിലിൽ പലതവണ മുട്ടിയെങ്കിലും തുറന്നില്ല. അവസാനം ഉമ്മർ വാതിൽ ചവിട്ടി തുറന്നു. വാതിലിന് തൊട്ടുപിറകിൽ തന്നെ ഫാത്തിമ നിൽക്കുന്നുണ്ടായിരുന്നു. ചവിട്ടിൻ്റെ ശക്തിയിൽ ഗർഭിണിയായ ഫാത്തിമ കമഴ്ന്നടിച്ചു വീഴുകയും ആ വീഴ്ചയിൽ ഗർഭം അലസിപ്പോവുകയും തുടർന്ന് രോഗബാധിതയായി അകാല ചരമം അടയുകയും ചെയ്തു എന്ന് ഷിയാക്കൾ പറയുന്നു. മരിക്കുമ്പോൾ ഫാത്തിമയുടെ വയസ്സിലും തർക്കമുണ്ട്. 27 വയസ്സെന്ന് സുന്നികൾ, 18 വയസ്സെന്ന് ഷിയാക്കൾ. അലി പിന്നീട് അബൂബക്കർക്ക് പിന്തുണ കൊടുത്തോ? പറയാൻ പറ്റില്ല.
കൊടുത്തിരിക്കാനാണ് സാധ്യത. കാരണം ഖലീഫയായി മാറിയ അബൂബക്കർ ശരിക്കും ഒരു സ്റ്റാലിനായിരുന്നു. ഇസ്ലാമിക സാമ്രാജ്യം സ്ഥാപിക്കുന്നത് പോലും അബൂബക്കറിൻ്റെ ചങ്കുറപ്പിലാണ്. ആരായാലും പിന്തുണ കൊടുത്തു പോകും. അക്കാര്യത്തിലേക്ക് നമ്മൾ അടുത്ത എപ്പിസോഡിൽ വരും. അബൂബക്കർ ഖലീഫയായി 2 വർഷം ഭരണത്തിലിരുന്നു. ആ സമയത്ത് AD 634 മരിച്ചു. മുസ്ലിങ്ങൾ അവരുടെ 2ാമത്തെ ഖലീഫയായി ഇപ്രാവശ്യം തിരഞ്ഞെടുത്തത് ഉമ്മറിനെയാണ്. തിരഞ്ഞെടുത്തതൊന്നുമല്ല, മരിക്കുന്നതിന് മുമ്പ് തന്നെ അബൂബക്കർ അതിനുള്ള പദ്ധതികൾ തയ്യാറാക്കിയിരുന്നു എന്ന് പണ്ഡിതന്മാർ പറയുന്നു. എന്തായാലും മുമ്പേ ഖലീഫയാകേണ്ട അലിയുടെ ഊഴം അപ്പോഴും ആയില്ല. ഉമർ 10 വർഷം ഖലീഫയായി ഭരിച്ചു. ഈ ഭരണത്തിനിടെ അദ്ദേഹം പേർഷ്യയെ കീഴടക്കാൻ ആരംഭിച്ചു. പേർഷ്യ എന്നാൽ ഭൂപടത്തിൽ ഇന്നത്തെ ഇറാൻ. പേർഷ്യയിലെ അന്നത്തെ പ്രധാന മതം സൊറാസ്ട്രിയൻ ആയിരുന്നു. ഇന്ത്യയിലെ ടാറ്റ മുതലാളിയുടെ മതം. ഉമർ പേർഷ്യ കീഴടക്കി അവിടുത്തെ ആളുകളോട് പറഞ്ഞു, ഒന്നുകിൽ മതം മാറുക, അല്ലെങ്കിൽ പണം തരിക. ജിസിയ എന്നാണ് പറയുക, പണം എന്ന് പറയില്ല. രണ്ടിനും പറ്റിയില്ലെങ്കിൽ വാളിന് തീരുക. ഭാഗ്യമുള്ളവർ പണവും സാമാനങ്ങളും എടുത്ത് പല വഴിക്കോടി. അന്ന് ഇന്ത്യയിൽ എത്തിയവരാണ് ടാറ്റ മുതലാളിയുടെ പൂർവികരായ പാഴ്സികൾ അഥവാ പേർഷ്യക്കാർ. പിന്നീട് ഇസ്ലാം അധിനിവേശിച്ച എല്ലാ ഇടങ്ങളിലും പലയിടങ്ങളിലും നടപ്പാക്കിയ തീവ്രവാദ രീതിയായിരുന്നു ഈ പണി. തീവ്രവാദ നിയമങ്ങൾ ഉമറിൻ്റെ കാലത്തും പ്രകടമായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉമറിൻ്റെ പേർഷ്യൻ ആക്രമണം അദ്ദേഹത്തിന് ശത്രുക്കളെ ഉണ്ടാക്കി കൊടുത്തു. പ്രവാചകൻ മുഹമ്മദ് ചെയ്യാത്ത കാര്യമാണ് ഉമർ ചെയ്തത്. അതായത് പ്രവാചകനായിരുന്ന മുഹമ്മദ് പേർഷ്യക്കാരെ ആക്രമിച്ചിരുന്നില്ല. പേർഷ്യ അവിടെ ഇല്ലാതെയല്ല. അങ്ങനെ പേർഷ്യയൊക്കെ കീഴടക്കി 2 വർഷം കഴിഞ്ഞ ഒരു ദിനം തീവ്രവാദത്തെ പ്രസവിച്ചു. മദീനയിലെ ഒരു പള്ളിയിൽ ഉമർ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രതികാരദാഹിയായ പേർഷ്യക്കാരൻ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി. വിഷം തേച്ച ഇരുമ്പ് കത്തി കൊണ്ട് 6 കുത്തുകൾ. 3-ാം ദിവസം ഉമർ മരിച്ചു. ആ പേർഷ്യക്കാരൻ്റെ പേര് അബുലുലു. തുടർന്ന് വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നു. അടുത്ത ഖലീഫയായി മുസ്ലിങ്ങൾ തെരഞ്ഞെടുത്തത് ഉസ്മാനെയാണ്. അപ്പോഴും അലിക്ക് നെറുക്ക് വീണില്ല. ഉസ്മാനും അധികം ആയുസ്സുണ്ടായില്ല. പക്ഷെ 12 വർഷം ഭരിച്ചു. 12ാമത്തെ വർഷം 2000-ഓളം മുസ്ലിങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞു. ഇറാഖിലെ കൂഫ, ഈജിപ്ത്, ബസ്ര എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉസ്മാൻ്റെ വിമർശകരായിരുന്നു അവർ. അവർ മുസ്ലിങ്ങളൊക്കെ തന്നെ, പക്ഷേ കാരറ്റ് കുറച്ച് കുറവാണെന്ന് മാത്രം. ഉസ്മാൻ ഒരു ഖലീഫ ആയിരുന്നല്ലോ, അദ്ദേഹത്തിനുണ്ടായിരുന്നു സംരക്ഷകർ. പക്ഷേ ഉസ്മാനെ എതിർക്കാൻ വന്നവർ 2000 പേരായിരുന്നതിനാൽ ഏറ്റുമുട്ടിയിട്ട് കാര്യമില്ല എന്നവർ മനസ്സിലാക്കി ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കി. കലാപകാരികളുടെ വീട് വളഞ്ഞുള്ള ഉപരോധം 40 ദിവസം കഴിഞ്ഞ ദിവസം പട്ടിണി മൂലം ഖലീഫ ഉസ്മാൻ അവശനായി. അദ്ദേഹം മരിക്കാൻ തയ്യാറായി ഖുറാൻ വായിച്ചു കൊണ്ടിരുന്നു. ആ സമയം വിപ്ലവകാരികൾ അകത്ത് കയറി. അവരുടെ വാളുകൾ ഉയർന്നു പൊങ്ങി. ഉസ്മാൻ്റെ ചോര വീണ് ഖുറാൻ നനഞ്ഞു. അടുത്ത ഭാഗത്ത് ഖുറാൻ എങ്ങനെ ഉസ്മാൻ്റെ മരണത്തിന് ഒരു കാരണമായി, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഉസ്മാൻ മരിക്കുന്നത് എന്നൊക്കെ വിശദീകരിക്കാൻ അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.